എൻ്റെ ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് NHG ഓഡിറ്റ് ഫീസ് ശേഖരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഓരോ അയൽക്കൂട്ടത്തിൻ്റെയും ഓഡിറ്റ് പൂർത്തീകരിക്കുന്ന വേളയിൽ ഓഡിറ്റ് ഫീസ് CDSലേക്ക് അടയ്ക്കാറുണ്ട്. ഈ അടയ്ക്കുന്ന തുകയുടെ ഒരു ഷെയർ CDSനും ലഭിക്കാറുണ്ട്. ഇത് ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ് ശേഖരിക്കുന്നത് എന്നുള്ളതും അത് ടാലിയിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് ഫീസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് സെലക്ട് ചെയ്ത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. NHG ഓഡിറ്റ് ഫീസ് എന്ന് പേര് കൊടുക്കുക. ഇത് കറണ്ട് ലയബിലിറ്റിയാണ്. കാരണം ഈ കളക്ട് ചെയ്യുന്ന തുക നമ്മൾ ഓഡിറ്റർക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻകം അല്ല, അത് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല. ഇവിടെ വലത്ത് സൈഡിൽ നിന്നും ഇതിന് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി ആവശ്യമാണ്. കോസ്റ്റ് സെൻറ്റർ വേണം, കാരണം ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും ഫണ്ട് വാങ്ങുന്നത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് സെൻറ്റർ വേണം. ഇത് yes ആയതുകൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സേവ് ചെയ്യുകയാണ്. NHG ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്ന ലെഡ്ജർ സേവ് ചെയ്യുകയാണ്. ഇതിന് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനില്ല, കാരണം കറണ്ട് ലയബിലിറ്റിയാണ്. ഓൺ ഫണ്ടിങ്ങോ പ്ലാൻ ഫണ്ടോ NRLM ഫണ്ടോ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് കറണ്ട് ലയബിലിറ്റിയിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. നമ്മൾ വൗച്ചർ എൻട്രി ചെയ്യുകയാണ്. V പ്രസ് ചെയ്യുക, ഡേറ്റ് മാറ്റി കൊടുക്കുക. 16/5 ഒരു NHGയുടെ ഓഡിറ്റ് ഫീസ് വരികയാണ്. എങ്ങനെ വാങ്ങുന്നത് നോക്കാം. വരുന്നത് പണമായിട്ടാണ്, ക്യാഷ്. വരുന്ന ഇനം എന്ന് പറയുന്നത് NHG ഓഡിറ്റ് ഫീസാണ്. NHG ഓഡിറ്റ് ഫീസ് 325 രൂപ വന്നു. 2ാം വാർഡിലെ ഒരു അയൽക്കൂട്ടമാണ് നമുക്ക് ഫീസ് അടച്ചത്. ADS വാർഡ് 2 സെലക്ട് ചെയ്യുക. ഇത് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ADS വാർഡ് 2 അന്നപൂർണ്ണ NHG ആണ് പൈസ അടച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സേവ് ചെയ്യാം. റെസിപ്റ്റ് നമ്പർ 1454. ഓക്കെ, അന്ന് തന്നെ മറ്റൊരു അയൽക്കൂട്ടവും കൂടെ നമുക്ക് ഓഡിറ്റ് ഫീസ് അടയ്ക്കുകയാണ്. സെയിം പ്രോസസ്സ് തന്നെ. ക്യാഷ് വരുന്നു. NHG ഓഡിറ്റ് ഫീസായിട്ടാണ് വരുന്നത്. 260 രൂപ വരുന്നു. ഓരോന്നിൻ്റെയും റേറ്റ് വ്യത്യാസം വരുന്നത് സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ്. ADS വാർഡ് 4 നയന NHG ആണ് 260 രൂപ അടച്ചിരിക്കുന്നത്. അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന റെസിപ്റ്റ് നമ്മൾ നമ്പർ കൊടുത്ത് സേവ് ചെയ്യുക. ഇനി പണത്തെ ബാങ്കിലേക്ക് അടയ്ക്കുകയാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുമ്പോൾ ഓൺ ഫണ്ടിലേക്കാണ് ഇത് പോകുന്നത് ക്യാഷായിട്ട് പോകുന്നു. 585 രൂപയാണ് നമ്മുടെ ബാലൻസ് കാണിക്കുന്നത്. 2 NHGകളുടെ ഓഡിറ്റ് ഫീസ് കിട്ടിയത്. ആ തുക മുഴുവനായി നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നു. സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. കാരണം ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് നോക്കേണ്ട കാര്യമില്ല. കാരണം ഇതിൽ ഇൻകമോ എക്സ്പെൻഡിച്ചറോ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ വരത്തില്ല. നേരിട്ടത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. നമുക്ക് ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ എടുത്ത് നോക്കുക. ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ NHG ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് 585 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഈ ഫീസ് നമുക്ക് ഓഡിറ്റർക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നോക്കാം. V പ്രസ് ചെയ്യുക, കൊടുക്കുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക. 20/5 കൊടുക്കുന്നത്. പേയ്മെൻ്റ് ആണ്. ഓൺ ഫണ്ടിൽ നിന്നാണ് ഫണ്ട് കൊടുക്കുന്നത്. NHG ഓഡിറ്റ് ഫീസാണ്. NHG ഓഡിറ്റ് ഫീസ് 585 രൂപയാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 20 രൂപ സർവീസ് ചാർജ് കഴിച്ചിട്ട് 565 രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ കോസ്റ്റ് കാറ്റഗറി ഇവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ കോസ്റ്റ് കാറ്റഗറി സെക്കൻഡറി ക്രിയേഷനിലൂടെ ക്രിയേറ്റ് ചെയ്യുക. Alt C പ്രസ് ചെയ്യുക. NHG ഓഡിറ്റ് ഫീസ് എന്ന് കൊടുക്കുക.
എനർജി ഓഡിറ്റ് ഫീസ് എക്സ്പെൻസ് എന്ന് കാറ്റഗറി കൊടുക്കുക, രണ്ടും എസ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ചോദിക്കുന്നുണ്ട്, അവിടെയും ഇത് തന്നെ കൊടുക്കുക, റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. എനർജി ഓഡിറ്റ് ഫീസ് ₹565 കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ചെക്ക് നമ്പർ രേഖപ്പെടുത്തി സേവ് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഫണ്ട് പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് ഓൾട്ട് F1 നോക്കുക. ഒരു ₹20 മാത്രമാണ് എനർജി ഓഡിറ്റ് ഫീസിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയിൽ അവശേഷിക്കുന്നത്. ഇത് നമുക്ക് ഓൺ ഫണ്ട് ഇൻകമാണ്. ഈ ₹20 എന്ന് പറയുന്നത് ഓൺ ഫണ്ട് ഇൻകമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഫണ്ട് വാങ്ങുമ്പോൾ തന്നെ ₹10 സർവീസ് ചാർജ് ഇനത്തിൽ മാറ്റിക്കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ ഇത്തരത്തിലധികം വരുന്ന ഫണ്ടിനെ നമുക്ക് ഓൺ ഫണ്ട് ഇൻകമാക്കി മാറ്റിക്കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തിൽ നമ്മൾ ഓഡിറ്റ് ഫീസിൻ്റെ വരവും ചെലവും കഴിച്ച് ബാക്കിയുള്ളതിനെ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് നമ്മൾക്ക് ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വരവുകളും ചെലവുകളും മാത്രമാണ് നമ്മൾ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വരവുകളും ചെലവുകളും രേഖപ്പെടുത്തി ബാലൻസ് എമൗണ്ട് റിസർവ് ഫണ്ടായിട്ട് അതിങ്ങനെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ.